ശബ്ദം ഉണ്ടാക്കരുത്. നിങ്ങൾ പറഞ്ഞിട്ടാ അവരാ കുടിലുകൾ ഇടിച്ചു പൊളിച്ചു കളഞ്ഞത്. അത് തിരിച്ചു കെട്ടിക്കൊടുക്കാൻ നിങ്ങൾ തന്നെ വിളിച്ചു പറയണം. ഞാൻ പറയില്ല. നീ എന്ത് ചെയ്യും? ഞാൻ നിങ്ങളെ കൊല്ലും. ഐ വിൽ കിൽ യു. കം ഓൺ. ഹലോ മിസ് തോമസ്. ഇത് വലിയ കഷ്ടം തന്നെയാണ് സാർ. സാറാ കുടിലുകൾ പൊളിക്കണമെന്ന് പറഞ്ഞപ്പോ ഞാൻ കെഞ്ചി പറഞ്ഞതാണ്, സാധുക്കളാണ്, നമ്മൾ അവരെ ഉദ്ധരിക്കരുതെന്ന്. എന്നിട്ടിപ്പോ സാറ് തന്നെ പറയുന്നു നേരം വിളിക്കുന്നതിന് മുമ്പേ അത് തിരിച്ചു കെട്ടി കൊടുക്കണമെന്ന്. ഞാൻ എന്ത് ചെയ്യാനാടോ? അപ്പോൾ CM പറഞ്ഞു പൊളിക്കാൻ, ഇപ്പൊ പറയുന്നത് കെട്ടാൻ. അവർ പറയുന്നത് അനുസരിക്കാനാണല്ലോ നമ്മൾ ഇവിടെ ഇരിക്കുന്നത്. സാറിപ്പോ CM-ആയിട്ട് നല്ല ടേംസിലാ. ഡൽഹിയിൽ വെച്ച് ഞങ്ങളൊന്ന് കൂടി. അതുകൊണ്ട് വയസ്സുകാലത്ത് എനിക്ക് പല ഗുണങ്ങളും ഉണ്ടാവൂടോ ജീവ. തന്നെ സമ്മതിച്ചിരിക്കുന്നു. പല ഓപ്പർച്യൂണിറ്റീസും ഞാൻ കണ്ടിട്ടുണ്ട്. നിങ്ങൾ അവരെയൊക്കെ കടത്തിവിട്ടിരിക്കുന്നു. തൊലിക്കെട്ടിയുടെ കാര്യത്തിൽ കാണ്ടാമൃഗം പോലും നിങ്ങളുടെ മുമ്പിൽ തോറ്റുപോകും. താൻ പോയില്ലേ? സർ, തനിക്കെന്താ ഒരു സംശയം? യു ഹാവ് മൈ ഓർഡേഴ്സ്. യെസ് സർ. സാർ എന്ത് പറഞ്ഞാലും ഞാൻ അനുസരിക്കും. ബിക്കോസ് ഐ ആം യുവർ സബോർഡിനേറ്റ്. ഞാനൊന്ന് പറഞ്ഞോട്ടെ സാർ, ഐ റിയലി ഫീൽ സോറി ഫോർ യു. ഹലോ, എല്ലാം കെട്ടിക്കഴിഞ്ഞോ? ശരി, ഓക്കെ. ഇതാ മരുന്ന്. അങ്ങയുടെ ഉറക്കം കളഞ്ഞതിലും ബുദ്ധിമുട്ടിപ്പിച്ചതിലും ഞാൻ ക്ഷമ ചോദിക്കുന്നു. ഇഷ്ടമുണ്ടായിട്ട് ചെയ്തതല്ല. രക്ഷിക്കാൻ ബാധ്യതയുള്ളവർ തന്നെ ശിക്ഷിക്കാൻ തുടങ്ങിയാൽ എന്ത് ചെയ്യും? എന്നോടുള്ള വൈരാഗ്യത്തിന് ആ പാവങ്ങളോട് പകരം വീട്ടരുതെന്ന് ശേഖരൻകുട്ടിയോട് പ്രത്യേകം പറയണം. ഞാൻ പറട്ടെ, സാറിന് നല്ല ഉറക്കക്ഷീണമുണ്ട്. സുഖമായിട്ട് ഉറങ്ങാ. പോലീസുകാരെ വിളിച്ച് ബുദ്ധിമുട്ടിപ്പിക്കണ്ട. ഞാൻ വന്നതുപോലെ തിരിച്ചു പോയിക്കൊള്ളാം. ശേഖരൻകുട്ടി, എനിക്കൊരു ബുദ്ധിമോശം വന്നതാ. ശേഖരൻകുട്ടിയോട് പറയരുതെന്ന് അച്ഛൻ പ്രത്യേകം പറഞ്ഞതാ. ഞാൻ അറിയാതെ പറഞ്ഞുപോയി. മനസ്സ് വേണ്ടാത്തൊന്നും തോന്നരുത്. ശേഖരൻകുട്ടി എങ്ങോട്ട് പോകുന്നു? ശേഖരൻകുട്ടി, ജാക്കി എവിടെ? ഇവിടില്ല. ലോറൻസോ? മുകളിലുണ്ട്. എവിടാ സാഗർ? ഇവിടെ ഇല്ല. സത്യം പറയടാ. ഇവിടെ ഇല്ല. ഇവിടെ ഇല്ലെന്നാ പറയടാ. അയ്യോ പറയാ, അമ്മയ്ക്ക് സുഖമില്ലെന്ന് പറഞ്ഞ് നാട്ടിൽ നിന്ന് ആള് വന്നിരുന്നു. അങ്ങോട്ട് പോയിരിക്കുക. വരട്ടെ കുട്ടമ്പിള്ള. ശരി.
സ്പ്രെഡ് ഔട്ട് VIP പ്രോട്ടോകോൾ സെക്യൂരിറ്റി. എല്ലാ ഉയർന്ന കെട്ടിടങ്ങളുടെ മുകളിലും റോഡിലും ബൈലൈനിലും ആംഡ് പോലീസിനെ നിർത്തണം. രാവിലെ 7:45 ഇവിടെ നിന്നും കാർക്കേഡ് പുറപ്പെടും. I want special escort to escort in front and rear of the carcade. No loopholes. Check everything. You may go. സാർ ഒന്നും കൊണ്ടും വിഷമിക്കണ്ട. സാറിന്റെ മകൻ സുരക്ഷിതമായി നാളെ ദുബായിൽ എത്തിച്ചേരും. മിസ്റ്റർ തോമസിന് ജാക്കി അറിഞ്ഞുകൂടാ. ഞാനല്ലേ പറഞ്ഞ സാറ് പേടിക്കണ്ടെന്ന്. ഞാൻ കൃത്യം 6:30 മണിക്കൂർ ഉണ്ടാവും. ഗുണേഷ് സർ. ഗുഡ് നൈറ്റ്. എവറിത്തിങ് ഷുഡ് ബി പെർഫെക്റ്റ്. സാർ ഇത്രയധികം സെക്യൂരിറ്റി മകന്റെ കാര്യമല്ലേ, ഔട്ട് ഓഫ് ദി വേ ആണെങ്കിലും അങ്ങനെ ചെയ്യണ്ടേ. ഇനി ആരൊക്കെ എന്തൊക്കെ ചെയ്താലും മുകളിൽ ഒരാളുണ്ടല്ലോ, അങ്ങേര് വിചാരിക്കുന്ന പോലെ നടക്കൂ. ബട്ട് വി മസ്റ്റ് ഡു അവർ ഡ്യൂട്ടി വെൽ. ഓക്കെ സാർ. ഗുഡ് നൈറ്റ് സാർ. ഗുഡ് നൈറ്റ്. ഹെവി സെക്യൂരിറ്റിയാ. ഒരു ഈച്ച പോലും അകത്ത് കിടക്കില്ല. നാട്ടിലെ പോലീസുകാർ മുഴുവൻ മിനിസ്റ്ററുടെ വീട്ടിലാ. രാവിലെ 8:30 മണിക്കുള്ള ഫ്ലൈറ്റിൽ ശേഖരൻകുട്ടി ദുബായിക്ക് പോകും. എയർപോർട്ടിലും പോകുന്ന വഴിക്കുമെല്ലാം ഒരു VIP-ക്കും ഇല്ലാത്ത സെക്യൂരിറ്റിയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. എയർപോർട്ടിനകത്ത് യാത്രക്കാരല്ലാത്ത ഒരു കുഞ്ഞിനെയും കടത്തിവിടില്ല. എയർപോർട്ട് സെക്യൂരിറ്റി പോലീസ് ഏറ്റെടുത്തു കഴിഞ്ഞു. സാഗർ, വേണ്ടാത്തതിനൊന്നും പോകരുത്. താൻ വിചാരിച്ചാൽ ഒന്നും നടക്കില്ല. ഇൻഫർമേഷന് നന്ദി.